അരി 5 കിലോ, മുളക് 250. ഏട്ടാ പൈസ ഇല്ല കേട്ടോ, കടാണേ. ഓ, അപ്പൊ കടം മേടിക്കാനാ വന്നിന്? അപ്പൊ അപ്പുറത്തൊന്നും തന്നിട്ടുണ്ടാവില്ല അല്ലേ? എടാ, ഇത് 1 മാസത്തേക്കുള്ള സാധനം ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ച് പൈസയിൽ എടുത്തിട്ടാ വന്നിന്. ഇന്ന് മുട്ട 10, എന്നൊരു 20 എഴുതി കൂടേനുവാ. എടാ, ഇത് എന്റെ പീടിയൊക്കില്ലാത്ത സാധനം വരെ എഴുതീന്. പൈസ കൊടുക്കാണ്ട് ഞാൻ വെറുതെ കൊടുക്കുന്ന പിന്നെ സാധനം അതിന് വന്നിന് കടം മേടിക്കാൻ വേണ്ടിട്ട്. എന്നാ പ്രശ്നം എന്നാണ്? ആ രാജീവനോടോ കടം മേടിക്കാൻ വന്നിന്. ഇന്റെ വീടിയൊക്കെ മേടിച്ച് കടം കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നീ കൊടുക്കാതെ കൊണ്ടിരിക്കും ചിലപ്പോ ഇവിടെ വന്നിട്ടുണ്ടാവുക. ഞാൻ നോക്കിയാട്ടെ, 1 മാസത്തേക്കുള്ള സാധനം ഉണ്ട് ഇത്. ഞാൻ വിചാരിച്ച് പൈസയിലെടുത്തിട്ടേ ഇങ്ങ് വന്നിന് എന്ന്. വന്നിന് കടം മേടിക്കാൻ വേണ്ടിട്ട്. കുറച്ച് സാധനങ്ങളുണ്ട്, ഈ ബില്ലിന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ വരാനിക്കൊന്നും വേണ്ട. സാധനങ്ങൾ മേടിച്ചോ, പൈസയല്ലേ, അത് നോക്കിയിട്ട് തന്നാ മതി. അതിൻ്റെ കൂടെ എന്തെങ്കിലും പറഞ്ഞതിന് ഞങ്ങൾ അപ്പുറം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ മൂപ്പറുള്ള സമയത്ത് അന്നേരം എന്റെ അച്ഛനാണ് വീടിയല്, അന്നേരേ മൂപ്പർ നമ്മളെ വീടിക്കുന്ന സാധനമാണ്. അന്നേരം ഒരു കുട്ടികൾ പോലും തിരിഞ്ഞു നോക്കിയില്ല നമ്മളെ വീഡിയോ. അന്നേരേ എന്റെ അച്ഛൻ മൂപ്പർ നമ്മളെ അടുത്തുനിന്നേ വാങ്ങുള്ളൂ. ഏത് ടൗണിൽ വരെ പോയാലും സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ വീടൊക്കെ വരും. അറിയോ എനിക്ക്? അല്ല, എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് സാധനം തന്നു വിചാരിച്ചിട്ടൊന്നും കുറഞ്ഞു പോകുകയും ചെയ്യില്ല. എന്നാ ശരി, വരുന്നേ. ചെമ്മന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വട്ടച്ചെലവിനും കൂടി ആരെയും ഒന്ന് സഹായിക്കാൻ